ഹായ്, വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് ഡാറ്റ വാലിഡേഷൻ വിത്ത് ഇൻഡയറക്റ്റ് ഫോർമുല. ഡാറ്റ വാലിഡേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, നെയിം മാനേജർ വെച്ച് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ റേഞ്ച് വെച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ഫോർമുല വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും? ചില സിനാരിയോസ് നമുക്ക് വരാറുണ്ട്, ഒരു സബ് ഹെഡിങ് ആയിട്ടുള്ള സിനാരിയോ വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഐറ്റം ബ്രാൻഡ് നെയിം ആയിട്ട് എടുക്കുന്നത് ഐറ്റം ഗ്രൂപ്പ്. അതിൽ സാംസങ്, ആപ്പിൾ, നോക്കിയ, അങ്ങനെ സോണിയ, അങ്ങനെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ എല്ലാ ബ്രാൻഡിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡൽസ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് വരുന്ന സിനാരിയോയിൽ ഇപ്പം ഞാനൊരു ഡാറ്റ വാലിഡേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രാൻഡ് നെയിം ഒക്കെ 5 നമ്പേഴ്സ് ഉള്ളൂ. ഈ മോഡൽസ് ആകുമ്പോൾ ഒരുപാട് നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഇൻഡയറക്റ്റ് ഫോർമുല. അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ കാണാം. ആദ്യം ഞാൻ ബ്രാൻഡിൽ വന്ന് ഡാറ്റ സെലക്ട് ചെയ്ത് ഡാറ്റ വാലിഡേഷനിൽ ബ്രാൻഡ് നെയിം മാത്രമായിട്ടൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ സോഴ്സിൻ്റെ അവിടെ F3 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രാൻഡ് നെയിം മാത്രം കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ചെക്ക് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സാംസങ് അല്ലെങ്കിൽ ആപ്പിൾ എല്ലാം ലഭിക്കും. ഇനി ഇതിൻ്റെ താഴെ വരുന്ന മോഡലിൽ നമുക്ക് വരേണ്ട ബ്രാൻഡ് നെയിം ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഐറ്റംസ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ബ്രാൻഡ് നെയിം സാംസങ്ങിൻ്റെ ആണെങ്കിൽ ഗാലക്സി മാത്രമേ വരാൻ പാടുള്ളൂ, അതുപോലെ ആപ്പിൾ ആണെങ്കിൽ. ഇതിനാദ്യം നമ്മൾ ഇത്രയും ഡാറ്റ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നെയിം മാനേജർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫോർമുലസിൽ നിന്ന് ക്രിയേറ്റ് ഫ്രം സെലക്ഷനിൽ ടോപ്പ് റോ മാത്രം ക്ലിക്ക് ചെയ്യുക. ഓക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെയും മാത്രമായിട്ടുള്ള മോഡൽസ് ഇവിടെ കിട്ടും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നെയിം ബോക്സിൽ കാണാം സോണി, നോക്കിയത് കാണാം. ഇനി ഇവിടെ മോഡൽ വന്നിട്ട് ഞാൻ ഡാറ്റ വാലിഡേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഡാറ്റ വാലിഡേഷനിൽ ഞാൻ ഇൻഡയറക്റ്റ് ഫോർമുല വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സോഴ്സ്. ഇൻഡയറക്റ്റ് ഫോർമുല ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇൻഡയറക്റ്റ് ഫോർമുല ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിൽ എന്താണോ പേരുള്ള ആ പേരായിരിക്കും ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ലിസ്റ്റിൽ വന്ന് സോഴ്സിൽ ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടൈപ്പ് ചെയ്തിട്ട് എനിക്കിവിടെ സെലക്ട് ചെയ്യേണ്ട സെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിൻ്റെ സെല്ലാണ്. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബ്രാൻഡിൻ്റെ സെല്ല് സെലക്ട് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഫോർമുല വർക്ക് ചെയ്യുന്നത് സാംസങ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. സോഴ്സ് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ലിസ്റ്റായിരിക്കും വരിക. അതുപോലെ അവിടെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു, ഇപ്പോൾ ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിൻ്റെ ലിസ്റ്റ് വരും. ഇപ്പോൾ നമുക്ക് കാണാം സാംസങ്ങിൻ്റെ മോഡൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ മോഡൽസ് മാത്രമേ എനിക്ക് ഇതുവരെ കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ ഞാൻ ഇനി ആപ്പിളാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ആപ്പിളിൻ്റെ ലിസ്റ്റ് മാത്രമാണ് എനിക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ബ്രാൻഡ് നെയിം അതുപോലെ ഒരു ഐറ്റം നെയിമൊക്കെ സെലക്ട് ചെയ്തിട്ട് റിപ്പോർട്ട് പോസ്റ്റിംഗ് വരുമ്പോൾ നമുക്ക് ഈ ഡാറ്റ വാലിഡേഷൻ ഇതുപോലെ ഇൻഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സമയം സേവ് ചെയ്യാനും റിപ്പോർട്ട് വളരെ ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ എനിക്ക് വേണ്ടത് വെച്ചാൽ സോണിയുടെ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റി സെയിൽ ചെയ്തിട്ടുണ്ട്. അതിനിവിടെ ഫോർമുല ഉപയോഗിച്ച് റേഞ്ച് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പോലെ റേഞ്ച് സെലക്ട് ചെയ്യുക. അത് ഐറ്റം ഗ്രൂപ്പ് ബ്രാൻഡ് നെയിമിൽ ഐറ്റം ഗ്രൂപ്പാണ് വരുന്നത്, ഇപ്പോൾ സോണി ക്രൈറ്റീരിയ സെലക്ട് ചെയ്ത് ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സോണിയുടെ ഐറ്റം മാത്രം കിട്ടും. ഇനി എനിക്കിതിൻ്റെ ഒരു ഇത് വേണം, ഡിവിഷൻ വേണം. എന്തായാലും സോണിയിലെ ഏതൊക്കെ ബ്രാൻഡാണ് കൂടുതൽ വിറ്റിട്ടുള്ളത്, ഏതൊക്കെ മോഡൽസാണ് വിറ്റിട്ടുള്ളത്. ഇത് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും ഫോർമുല ഐറ്റം ഗ്രൂപ്പിന് മാറ്റി ഐറ്റം ആക്കി. ഇനി എനിക്കൊരു ബെനിഫിറ്റ് എന്ത് പറഞ്ഞാൽ ഓരോ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ Z1, അതുപോലെ അൾട്ര, ഇതേപോലെ C3 ഡുവൽ, ഇതെല്ലാം നമുക്ക് ഇനി വെറുതെ കൺട്രോൾ D അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഫോർമുലേഴ്സ് നമുക്ക് എല്ലാ ക്വാണ്ടിറ്റിയും ലഭിക്കും. ഇത് വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് റീഡ് ചെയ്യുന്ന ആൾക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ എല്ലാ മോഡൽസും, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡാറ്റയ്ക്ക് ഒരു 1000 അല്ലെങ്കിൽ 10,000 ലൈനായിട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇത്രയും ചെറിയ ബോക്സിൽ ഇതുപോലെ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടൈം സേവ് ചെയ്യാനും നമുക്ക് റിപ്പോർട്ട് വളരെ ഈസി ആക്കാനും സാധിക്കും. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെല്ലാ വീക്കിലും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ ലഭിക്കും. സോ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവുക, കൂടുതൽ പഠിക്കാനും അതുപോലെ നമുക്ക് കൂടുതൽ ടിപ്സും ട്രിക്സും എക്സലിൽ ലഭിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പുതിയ കോഴ്സ് എൻറോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ് വരെ കോഴ്സ് നമ്മൾ എൻറോൾ ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് ഈ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.